നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. ഈ വ്യക്തി സ്ഥിരോത്സാഹത്തോടെ നിങ്ങളെ തന്നെയാണ് മനസ്സിൽ ഇപ്പോഴും വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വായനയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തുടക്കം മുതൽ അവസാനം വരെ ഈ വായന കാണുവാനായി ശ്രമിക്കുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ വായനയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് സ്ഥിരോത്സാഹം. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ എന്നെന്നും പുതുമയേറിയിട്ടുള്ള, പുതുമ നൽകാൻ സാധിച്ചിട്ടുള്ള ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരിപാവനമായിട്ടും പരിശുദ്ധമായിട്ടും ഈ വ്യക്തി കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രണയം എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മാത്രമാണ് എന്നാണ് കാണിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലൂടെ പണ്ടത്തേതുപോലെ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പണ്ട് എപ്പോൾ എങ്ങനെയൊക്കെയാണോ സന്തോഷത്തോടെ നിന്നിരുന്നത്, പോയിക്കൊണ്ടിരുന്നത്, അതുപോലെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ഇപ്പോഴും ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നത്. അമാവാസി പൗർണമി ദിവസങ്ങളിലൊക്കെയും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വളരെ ഭയാനകരമായിട്ടുള്ള രീതിയിലാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിലേക്ക് ഈ വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, നിങ്ങളിൽ നിന്നും വരുവാൻ ആഗ്രഹിക്കുന്നത് സമാധാനപൂർണമായിട്ടുള്ള ഒരു ഊർജം തന്നെയാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന്റെ കറന്റ് ഫീലിങ്സിൽ നിങ്ങൾ മാത്രമാണ് ഉള്ളത്. ഈ വ്യക്തി ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് എത്തി നിൽക്കുന്നത്. ഭൗതിക സുഖങ്ങളെ വെടിഞ്ഞുകൊണ്ട് ആത്മീയ മണ്ഡലത്തിലൂടെ സഞ്ചരിക്കുവാനാണ് ഈ പേഴ്സന്റെ മനസ്സിപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ആത്മീയപരമായിട്ട് ഈ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അതുകൊണ്ട് അമ്പലത്തിൽ പോവുക, പള്ളിയിൽ സന്ദർശിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് എത്രമാത്രം ശക്തമായിട്ട് വന്നു ചേരാൻ സാധിക്കുന്നുവോ അത്രയും മനോഹരമായിട്ട് വരുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ നിന്നും വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഊർജം തന്നെയാണ് ഈ പേഴ്സൺ സ്വീകരിക്കാൻ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇവിടെ വിശ്വാസത്തിലൂടെ എല്ലാം നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള മനോധൈര്യത്തോടു കൂടിയാണ് ഈ വ്യക്തി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രപഞ്ചശക്തിയെ വിശ്വസിക്കാനും നിങ്ങളെയും വിശ്വസിച്ചുകൊണ്ട് ഈ പ്രണയബന്ധത്തെ കൂടുതൽ ദൃഢപ്പെടുത്തുവാനും കൂടുതൽ നന്നായി തന്നെ നല്ല രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുവാനും തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിലൂടെ ഒരുപാട് ആശ്വാസകരമായിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട്. ആശ്വാസകരമായിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേർന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളെ വിട്ടുകളയാൻ ഈ വ്യക്തി ഒരിക്കലും തയ്യാറല്ല. നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴും ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അത്രമാത്രം പ്രാധാന്യം നിങ്ങൾക്ക് ഈ വ്യക്തിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നും ഈ വ്യക്തിക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് വന്നു ചേർന്നിട്ടുള്ളത്. ആ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളിലൂടെ ഈ വ്യക്തിക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബ ജീവിതമോ അല്ലെങ്കിൽ നിങ്ങളുമായി ഒരുമിച്ചുള്ള ഒരു ജീവിതമാണ് ഈ പേഴ്സൺ അന്നും ഇന്നും ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലെ ഹീലിംഗ് എനർജിയാണ് ഈ വ്യക്തിയെ ഏറ്റവും കൂടുതൽ അതിശയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി ഏതൊരു മാനസികാവസ്ഥയിലാണെങ്കിൽ പോലും ഈ വ്യക്തിയെ സന്തോഷിപ്പിക്കാനും അതേസമയം ചിന്തിപ്പിക്കുവാനും മുന്നോട്ട് പ്രവർത്തിപ്പിക്കുവാനും ഒക്കെയും വളരെയധികം സഹായകരമാകുന്ന എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഹീലിംഗ് എനർജി തന്നെയാണ്. നിങ്ങളുടെ സ്വഭാവത്തിലൂടെയും നിങ്ങളുടെ ചിരിച്ചുകൊണ്ടുള്ള സംസാരത്തിലൂടെയും ധാരാളം സമാധാനവും സന്തോഷവും സ്ഥിരോത്സാഹവും ഉണ്ടാക്കിയെടുക്കുവാൻ ഈ വ്യക്തിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് എന്തായാലും നിങ്ങളിലൂടെ ഒരു വലിയൊരു മാറ്റം വേണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും നിങ്ങളിൽ നിന്നും അകന്നു പോകാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ല. ഈ പ്രണയബന്ധം എത്രയും പെട്ടെന്ന് നിർത്തലാക്കാൻ സാധിക്കുന്ന ഒന്നല്ല.
കാരണം അത്രമാത്രം നിങ്ങളെ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് കീഴടങ്ങി പോയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇവിടെ ആർക്കേഞ്ചൽ മിഖായേൽ മാലാഖയുടെ ഊർജമാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. ഇവിടെ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു തീരുമാനത്തിന് വേണ്ടി നിങ്ങളുടെ വ്യക്തിയെ പുതുക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ ഈ വ്യക്തി ഒരുപാട് ജോലികൾ ഒരുമിച്ച് ചെയ്യുന്നതായിട്ടും ഒറ്റയ്ക്ക് ചെയ്യുന്നതായിട്ടും നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ ഒരു ജോലികളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെയധികം ക്ഷീണിതനായി പോകുന്നുണ്ട്. എന്നാൽ സാമ്പത്തികപരമായിട്ടുള്ള മെച്ചപ്പെടലുകൾക്ക് വേണ്ടിയിട്ടാണ് താൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഈ വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷെങ്കിൽ പോലും മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും ഈ വ്യക്തി ക്ഷീണം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. പക്ഷെങ്കിൽ പോലും എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണെന്നും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജം കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് എന്നുമാണ് ഈ പേഴ്സൺ ഉറച്ചു വിശ്വസിക്കുന്നത്. നമുക്കിവിടെ ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്നത്, നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി ഈ പേഴ്സൺ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉന്നതികൾ നേടിയെടുത്തുകൊണ്ട് വളരെയധികം സന്തോഷകരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് വഴികൾ ഈ വ്യക്തിക്ക് മുന്നിൽ തുറക്കപ്പെടുന്നുണ്ട്. ആ വഴികൾ ഓരോന്നും നന്നായി തന്നെ വിശകലനം ചെയ്തുകൊണ്ട് മനസ്സിലാക്കി അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നത്. ആ ഉപകാരം എന്ന് പറയുന്നത്, ഉപയോഗപ്പെടുത്തൽ എന്ന് പറയുന്നത് അത്രയും വലിയൊരു രീതിയായിട്ടാണ് കാണപ്പെടുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ നിന്നും ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് മെച്ചപ്പെടുത്തി വരാൻ സാധിക്കുന്നുവോ ആ രീതിയിലൊക്കെയും ഈ വ്യക്തിയെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. അത് എത്രമാത്രം മെച്ചപ്പെട്ടിട്ടുള്ള രീതിയിലായിക്കോട്ടെ, എത്രമാത്രം നല്ല മനസ്സോടു കൂടി ആയിക്കോട്ടെ, ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കും എന്നുള്ളത് തീർച്ചയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, ഇവിടെ ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും പലതരത്തിലുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടുള്ള സ്നേഹവും നിങ്ങളുമായി പങ്കുചേർന്നിട്ടുള്ള ഒരു പിടി സുന്ദര നിമിഷങ്ങളെല്ലാം തന്നെ ഈ വ്യക്തിയുടെ മനസ്സിലും ഹൃദയത്തിലും ചിന്തകളിലും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് യാതൊരു കാരണവശാലും നിന്നു പോവുകയില്ല, എവിടെയും വറ്റിത്തീരുകയുമില്ല. അതെപ്പോഴും ഒരു നദിയെ പോലെ ഒഴുകിക്കൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളിലേക്ക് വന്നു ചേരാൻ വേണ്ടിയിട്ടുള്ള ഈ വ്യക്തിയുടെ മാനസികപരമായിട്ടുള്ള ആവശ്യമെന്ന് പറയുന്നത് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഒരിക്കലും ഈ വ്യക്തിക്ക് മടുപ്പ് വരുത്തില്ല. ഈ വ്യക്തിയെ ജീവിതത്തിൽ നിന്നും മോശപ്പെട്ട അവസ്ഥയിൽ നിന്നുമൊക്കെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമാണ് എന്നാണ് ഈ പേഴ്സൺ ഉറച്ചു വിശ്വസിക്കുന്നത്. ഈ വ്യക്തിക്ക് പലപ്പോഴും നിങ്ങളോട് ദേഷ്യപ്പെടേണ്ടി വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളോട് ഇഷ്ടമില്ലാത്ത രീതിയിൽ പെരുമാറേണ്ടി വന്നിട്ടുണ്ടാകാം. പക്ഷെ അതൊന്നും തന്നെ ഇല്ല എന്ന് കാണിച്ചുകൊണ്ടും അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് ചിന്തിച്ചുകൊണ്ടുമാണ് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ ഈ പേഴ്സൺ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ വ്യക്തിക്ക് ലജ്ജ തോന്നിക്കുന്നുണ്ടെങ്കിൽ പോലും, നാണക്കേട് തോന്നിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം എന്നുള്ള ചിന്തകൾ മാത്രമാണ് ഈ വ്യക്തിക്ക് ഉള്ളത്. അത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായിട്ടുള്ള പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഈ പേഴ്സൺ നിലനിൽക്കുന്നത്. എന്തു തന്നെ ആയാലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഓരോ ദിവസവും കഴിയും തോറും അനുദിനം ഈ വ്യക്തിയുടെ ഹൃദയത്തിലും മനസ്സിലും വർദ്ധിച്ചു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. ഈ വായന നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും അതുപോലെ നല്ല മാനിഫെസ്റ്റേഷനും ഒരുപാട് പ്രതീക്ഷകളും നൽകിയിട്ടുണ്ട് എന്ന വിശ്വാസത്താൽ ഞാൻ ഈ വായന നിർത്തുകയാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.